നമസ്കാരം. ചാമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് UP സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റി വോയിസിന്റെ 234-ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 4ാം തരത്തിലെ പ്രഭിജിത്ത് പ്രമോദ്. ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ് PTA യോഗം ജൂൺ 19 വെള്ളിയാഴ്ച നടന്നു. കൂടാതെ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളും ഉണ്ടായിരുന്നു. രാവിലെ ചേർന്ന പ്രത്യേക അസംബ്ലിയിൽ ഹെഡ്മാസ്റ്റർ T. സുരേശൻ വായനാ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചു. സീനിയർ അസിസ്റ്റന്റ് M. V. കമലാക്ഷൻ P.N. പണിക്കരെ അനുസ്മരിച്ച് സംസാരിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വായിക്കാനായി എഴുത്തുകാരി ഹേമലത കോവിച്ചേരി 3 പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവന നൽകി. ഉച്ചയ്ക്ക് 2 മണിക്ക് ചോയിങ്കോട് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രമ്യമോൾ കുട്ടികൾക്ക് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഷിഗല്ല, കോളറ തുടങ്ങി വിവിധ പകർച്ചവ്യാധികളെക്കുറിച്ചും രോഗങ്ങളെ ചെറുക്കുവാൻ വേണ്ട മുൻകരുതലുകളെ കുറിച്ചും സംസാരിച്ചു. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ജൂൺ 16, 17, 18 ദിവസങ്ങളിൽ കുട്ടികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് അസംബ്ലിയിൽ വെച്ച് സമ്മാനങ്ങൾ നൽകി. ഈ ആഴ്ചത്തെ സ്കൂൾ അസംബ്ലി നടത്തിയത് 5ാം തരത്തിലെ കുട്ടികളാണ്. ആനിയ ബിനോയ് ആണ് അസംബ്ലി നേതൃത്വം നൽകിയത്. ആർജവ് ഇന്നത്തെ ചിന്തയും ആനിയ പത്രവാർത്തയും അവതരിപ്പിച്ചു. അൻഷിത് ഒരു ദിവസത്തെ ഡയറിയും അൻവിത പുസ്തക പരിചയവും നടത്തി. ചെമ്മരിയാടിന്റെ സൂത്രം എന്ന പുസ്തകമാണ് അൻവിത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തിയത്. ലോക ഫുട്ബോൾ മത്സരത്തിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ചൊവ്വാഴ്ച സ്കൂളിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തി. 7ാം തരത്തിലെ വജസ് K, 4ാം തരത്തിലെ ആരാധ്യ R എന്നിവർ വിജയികളായി. വിജയികൾക്ക് കൂവാറ്റി വോയിസിന്റെ അഭിനന്ദനങ്ങൾ. സ്കൂളിൽ നടത്തിവരുന്ന പ്രത്യേക ഫുട്ബോൾ പരിശീലന പരിപാടിയിൽ കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് പങ്കെടുക്കുന്നത്. പെൺകുട്ടികൾക്കായി കബഡി പരിശീലനവും നൽകി വരുന്ന. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ബുധനാഴ്ച കുട്ടികൾക്കായി സ്കൂളിൽ യോഗ പരിശീലനം നടത്തി. യോഗ പരിശീലക ദിവ്യ CK ക്ലാസ് കൈകാര്യം ചെയ്തു. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവ സംയുക്തമായാണ് യോഗ പരിശീലനം സംഘടിപ്പിച്ചത്. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.